ജാർഖണ്ഡിൽ ലവ് ജിഹാദ് എന്ന ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടിയ ദമ്പതികളെ തേടി വീണ്ടും പോലീസ് ആലപ്പുഴയിലെത്തിയിരിക്കുന്നു. ഗാലിബിനെയും ആശയെയും കള്ളക്കേസിൽ കുടുക്കി തിരികെ കൊണ്ടുപോകാൻ രാജറപ്പ പോലീസ് ഇന്നലെ രാത്രിയും ശ്രമിച്ചു. രാജറപ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കിഡ്നാപ്പിംഗ് കേസിന്റെ എഫ്ഐആർ ന്യൂസ് 18 ലഭിച്ചു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഇന്നലെ ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് സത്യത്തിലൊരു ഞെട്ടലായിരുന്നു. മതത്തിന്റെ പേരിൽ മാത്രം 2 യുവാക്കളെ എങ്ങനെയാണ് പോലീസ് പിന്തുടർന്ന് അവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ പോലീസിന്റെ സംരക്ഷണയിലാണ് അവരുള്ളത് എന്ന കൃത്യമായ ബോധ്യമുണ്ടായിട്ടും വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു ശ്രമം. ഇപ്പോൾ അവർക്ക് ആശയം മാത്രം മതി എന്നാണോ പറയുന്നത്? ഇന്നലെ രാത്രി എന്താണ് അവിടെ സംഭവിച്ചത്? ശ്രീജ, തീർച്ചയായും മതത്തിന്റെ പേരിൽ ഭയാനകമായ ഒരു സാഹചര്യം അവിടെ ജാർഖണ്ഡിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആഷയും ഒപ്പം തന്നെ മുഹമ്മദ് ഗാലിബും ഈ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി കായംകുളത്തെത്തി വിവാഹിതരായത്. കേരളത്തിലെ ഒരു മതേതര സ്വഭാവം തന്നെ പരിഗണിച്ചാണ് ഇവിടെ സുരക്ഷിതമായി നിന്നുകൊണ്ട് വിവാഹം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എത്തിയത്. പക്ഷേ ജാർഖണ്ഡ് പോലീസ് ഇപ്പോഴും അവരെ വിടാതെ പിന്തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഇവർക്കായുള്ള തിരച്ചിൽ ഒരു 9 മണിയോടുകൂടി വീണ്ടും ജാർഖണ്ഡ് പോലീസ് ആരംഭിച്ചു എന്നുള്ളതാണ്. ജാർഖണ്ഡിൽ നിന്ന് എത്തിയ അന്വേഷണ സംഘം ഇപ്പോഴും കായംകുളത്ത് തുടരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരെ കള്ളക്കേസിൽ കുടുക്കി തിരികെ കൊണ്ടുപോകാനുള്ള നീക്കം നടന്നു എന്നുള്ളതാണ്. അക്കാര്യങ്ങൾ വെളിവാകുന്ന രേഖകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതായത് ആഷയും ജാവേദും ആശയും ഗാലിബും ആലപ്പുഴയിൽ എത്തിയത് കഴിഞ്ഞ 9 അവർ ജാർഖണ്ഡ് റാഞ്ചി വഴി കേരളത്തിലേക്ക് വരുന്നു. 11 ഇവിടെ വിവാഹിതരാകുകയും ചെയ്യുന്നു. 14 തീയതി ഇവരെ അന്വേഷിച്ചുകൊണ്ട് ജാർഖണ്ഡിൽ നിന്നുള്ള അന്വേഷണ സംഘം പോലീസ് എത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ ആഷയുടെ സഹോദരി അൽക്ക അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. ആ സമയത്തൊക്കെ തന്നെയും ഇപ്പോഴും നിലവിലും ജാർഖണ്ഡിൽ വലിയ പ്രതിഷേധം ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട അന്യമതസ്ഥരായ 2 പേർ വിവാഹം കഴിച്ചു എന്നതുമായി ബന്ധപ്പെട്ട ലവ് ജിഹാദ് ആരോപണം ഉന്നയിച്ച് വലിയ പ്രതിഷേധം നടക്കുകയാണ്. അങ്ങോട്ട് പോകാനാവാത്ത അവസ്ഥയാണ്. അവിടെ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാർഖണ്ഡ് പോലീസ്, കേരള പോലീസ് പ്രായപൂർത്തിയായ 2 പേർക്ക് ലഭ്യമാകുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ പരിഗണിച്ച് അവരെ തിരിച്ചയക്കാനാകില്ല, അവരുടെ താല്പര്യമില്ലാതെ തിരിച്ചയക്കാനാകില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ പുതിയ ഒരു കേസുമായി അവർ വരികയായിരുന്നു. അതായത് 22-ന് ഈ കഴിഞ്ഞ 22-ന് ഗാലിബിന് എതിരെ പുതിയൊരു എഫ്ഐആർ ആണ് ഇപ്പോൾ രാജറപ്പ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ എഫ്ഐആറിന് പകർപ്പാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ എഫ്ഐആർ പ്രകാരം ഈ ആഷയെ മുഹമ്മദ് ഗാലിബ് തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പിംഗ് കേസാണ് അവർ എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ കേസ് എടുത്തിട്ടുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. അതായത് ആഷയും ഗാലിബും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ 15-ന് രാജറപ്പ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അവർ ഇവിടെ എത്തി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആഷ ഗാലിബിനൊപ്പം ജീവിക്കുന്നതെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അടക്കം അവർ ഗാലിബിന്റെയും ആഷയുടെയും സ്റ്റേറ്റ്മെന്റ് കായംകുളത്ത് നിന്ന് എടുത്തിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പുകളും നമ്മൾ പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ 22-ാം തീയതി 15-ന് ആ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി കായംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അത് ഒപ്പിട്ട ആഷയുടെ കയ്യിൽ നിന്നും ഗാലിബിന്റെ കയ്യിൽ നിന്നും ഇവർ വാങ്ങുന്നു. അത് കായംകുളത്ത് തന്നെയുള്ള അഭിഭാഷകയായ സുഹൃത്തായ ഗയെ കൊണ്ടും അതിന് സാക്ഷിയായി ഒപ്പിടിക്കുകയും ചെയ്യുന്നു. എന്നിട്ടാണ് 22-ന് ഇവരെ കിഡ്നാപ്പിംഗ് കേസ്, അതായത് ഗാലിബ് ആഷയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അവർ ആരോപിക്കുന്നത് പോലെ തന്നെ ഏത് വിധേനയും കള്ളക്കേസിൽ കുടുക്കുകയാണെങ്കിലും ഇവരെ തിരികെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നീക്കം. അതിന്റെ ഭാഗമായുള്ള സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദമടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാജറപ്പ പോലീസ് ഇപ്പോഴും കായംകുളത്ത് തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും ആ തിരച്ചിൽ നടന്നു. ഇപ്പോൾ കള്ളക്കേസിൽ അവരെ കുരുക്കി കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും കൗതുകരമായി പറയുന്നത് കേസ് എടുത്തിരിക്കുന്നത് മുഹമ്മദ് ഗാലിബിനെതിരെയാണ്. എന്നാൽ ഗാലിബിനെ അവർക്ക് ആവശ്യമില്ല, അവർക്ക് ആഷയാണ് ആവശ്യം. ആഷയെ കൊണ്ടുപോയാൽ ഗാലിബിനെ ഇവിടെ നിർത്താനാകുമെന്നുള്ള വിചിത്രമായ വാദവും ഒക്കെ രാജറപ്പ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരണ്യ, ഇപ്പോൾ ഇവിടെ ഇന്നലെ കായംകുളം പോലീസിന്റെ സംരക്ഷണയിൽ തന്നെയാണ് അവരുള്ളത്. വിട്ടു നൽകാൻ പറ്റില്ല എന്ന കൃത്യമായ നിലപാട് കായംകുളം പോലീസ് എടുത്തിരുന്നു. അവർ ഹൈക്കോടതിയിലേക്ക് സംരക്ഷണം തേടി പോവുകയും ചെയ്തിരുന്നു. ഈ കായംകുളം പോലീസ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്താണ്? ഇതിന്റെ ഒരു
സ്റ്റേറ്റ് പോലീസിലേക്ക്, സ്റ്റേറ്റ് പോലീസ് ചീഫിനെയൊക്കെ വിവരം അറിയിക്കുന്ന തരത്തിലേക്ക് ഇത് പോകുന്നുണ്ടോ? ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ടോ? ശ്രീജ, ഇത് സ്റ്റേറ്റ് പോലീസിന് കൃത്യമായി അറിയാം. പ്രത്യേകിച്ച് DGP ജില്ലാ പോലീസ് മേധാവിക്കും കായംകുളം SHOയ്ക്കും ആശയും ഈ ഗാലിബും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഈ പരാതി കൈമാറുന്നതായുള്ള റെസിപ്റ്റും, അത് ഈ പരാതി മെയിൽ മുഖാന്തരം അയച്ച പരാതി റിസീവ് ചെയ്തതിന്റെ റെസിപ്റ്റും ഇവർക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തക്ക രീതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്നാൽ ഈ സംഭവത്തിനകത്ത് ഇന്നലെ ഈ രാജരപ്പ പോലീസ് എത്തിയ ഘട്ടത്തിൽ തങ്ങൾക്ക് ഒരു വിധത്തിലും സഹായിക്കാനാകില്ല എന്നുള്ള നിലപാടാണ് കായംകുളം പോലീസ് എടുത്തത്. അതായത് രാജരപ്പ പോലീസ് ആവശ്യപ്പെടുന്നത് പോലെ ഇവരെ വിട്ടു നൽകുന്നതിനായി കേരള പോലീസ് എന്ന നിലയിൽ അവർക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെ, ആശയ്ക്കും ഗാലിബിനും അനുകൂലമായ നിലപാട് തന്നെയാണ് കായംകുളം പോലീസ് എടുത്തത്. പ്രാദേശികമായി CPM അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ കൂടി അവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, പ്രായപൂർത്തിയായ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ അവർക്കുമുണ്ട്. എവിടെ വേണമെങ്കിലും ജീവിക്കാനുള്ള ആളുകളുണ്ട്. 26-30 വയസ്സുള്ള 2 വ്യക്തികളാണ്. അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള അവകാശം നിലനിൽക്കെ അത്തരം അവകാശങ്ങൾക്ക് വേണ്ടി അവർ ഹൈക്കോടതിയിലടക്കം ഇപ്പോൾ പോരാടുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ വിട്ടു നൽകാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാജരപ്പ പോലീസ് ഇങ്ങനെ ഇത്തരം ഒരു പുതിയ എഫ്ഐആർ കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ പോലും അത് ഇവിടെ കൃത്യമായി കായംകുളം പോലീസിന് അറിയാം. കാരണം കായംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് 14-ാം തീയതി രാത്രി മുതൽ 15-ന് പുലർച്ചെ വരെ നീളുന്ന ഈ ആശയുടെ മൊഴി അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാജരപ്പ പോലീസ് ആശയുടെ മൊഴി എടുക്കുന്നത് പോലും കായംകുളം പോലീസ് സ്റ്റേഷനിലുള്ളിൽ വെച്ചാണ്. അങ്ങനെ മൊഴി രേഖപ്പെടുത്തി മടങ്ങിയ സംഘത്തിന് എങ്ങനെയാണ് 22-ന് കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പുതിയ എഫ്ഐആറുമായി വരാനാകുക? അവർ ഇവിടെ സ്വതന്ത്രമായി ജീവിക്കുന്നുണ്ടെന്ന് കൃത്യമായ ധാരണ രാജരപ്പ പോലീസ് ഉണ്ടായിട്ടും ആ ഉദ്യോഗസ്ഥർ തന്നെ വീണ്ടും ഇവിടേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതാണ്. നിയമ സംവിധാനങ്ങൾ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തയ്യാറായ അല്ലെങ്കിൽ മുന്നോട്ട് വന്നിരിക്കുന്ന 2 പേരെ ഏത് വിധേനയും, അതായത് അവിടെ ജാർഖണ്ഡിൽ നടക്കുന്ന പ്രതിഷേധം പോലെ മതവാദികളുടെ അല്ലെങ്കിൽ ഹിന്ദു മഹാസംഘടന അടക്കമുള്ള സംഘടനകളുടെ വലിയ പ്രതിഷേധം തെരുവിൽ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ അവിടേക്ക് മടങ്ങിപ്പോയാൽ അവരുടെ ജീവൻ പോലും അപകടത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ഗയ എസ് ലത, ഗയ ഇവരുടെ സുഹൃത്താണ്. ഇവർക്ക് വേണ്ട നിയമസഹായങ്ങൾ ഇപ്പോൾ കായംകുളത്ത് ലഭ്യമാക്കുന്നതും അഡ്വക്കേറ്റ് ഗയയാണ്. ഗയ, ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു പോലീസ് അവിടെ തുടരുന്നുണ്ട്, ഏത് സാഹചര്യത്തിലും അവരുടെ ഭാഗത്തു നിന്നും വീണ്ടും നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടിരുന്നു. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഈ പോലീസിന്റെ സാന്നിധ്യത്തിൽ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടും പുതിയൊരു കിഡ്നാപ്പിംഗ് കേസും കൂടി, അതും ഡേറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ട ശേഷമാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആലോചിക്കുന്നത്? ഈ ജാർഖണ്ഡ് പോലീസ് ഇപ്പോഴും ഇവിടെ തുടരുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസവും, അതായത് 2 ദിവസം മുന്നേയും കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഇവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ്. ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് കായംകുളം പോലീസ് സ്റ്റേഷൻകാര് ഇവരുടെ 2 പേരുടെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴി രേഖപ്പെടുത്തി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെ വിട്ടതും. അതിനുശേഷം ഈ പോലീസുകാർ ഇവിടെ തന്നെ തുടരുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയിൽ ഇവര് മറ്റൊരു വാറണ്ട് കേസ്, മറ്റൊരു ഫേക്ക് വാറണ്ട് കേസുമായിട്ട് ഗാലിബിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവര്. ഗാലിബ് എവിടെയാണ് ഉള്ളത് എന്ന് ഇവർക്ക് ഈ ജാർഖണ്ഡ് പോലീസ് സംഘത്തിന് അറിയാമോ? ഇന്നലെ എങ്ങനെയാണ് ഈ വിവരം നിങ്ങളെ അവർ അറിയിക്കുന്നത്? എങ്ങനെയായിരുന്നു? ഇന്നലെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കോള് വരുമായിരുന്നു. ഇവിടുന്ന് ആളുകൾ വന്ന് നിൽപ്പുണ്ട്, ഗാലിബിനെ വിട്ടുകൊടുക്കണമെന്നും പറഞ്ഞു. അതൊരു പ്രത്യേകതരം ആവശ്യമാണല്ലോ ഗയ. അതായത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗാലിബിനെതിരെയാണ്, പക്ഷെ അവർക്ക് വേണ്ടത് ആശയാണ്. അത് നിയമ സംവിധാനത്തിൽ നമുക്ക് കേട്ട് കേൾവിയില്ലാത്തൊരു കാര്യമാണല്ലേ? അതെ, ആശയാണ് അവർക്ക് ആവശ്യം.